നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മഹാരാഷ്ട്രയിൽ 48 ലോക്സഭാ സീറ്റുകളാണുള്ളത്. നമുക്കറിയാം, മെയ് 20 ഇവിടെ വോട്ടെടുപ്പ് 13 മണ്ഡലങ്ങളിലാണുള്ളത്. അതിന് മുമ്പായിട്ട് പൂനെയിലും അതുപോലെ തന്നെ സോലാപൂർ അടക്കമുള്ള മേഖലയിലേക്ക് വോട്ടെടുപ്പ് നടക്കുന്നുണ്ട്. നിരവധിയായ കാരണങ്ങൾ നമുക്കറിയാം. മുംബൈ തലസ്ഥാന നഗരിയിലെ 6 ലോക്സഭാ സീറ്റുകളെല്ലാം പോകുന്നത് മെയ് 20 ആണെങ്കിൽ ഇവിടെ പൂനെയെല്ലാം പോകുന്നത്, പൂനെ ലോക്സഭാ മണ്ഡലവും അതുപോലുള്ള ലോക്സഭാ മണ്ഡലങ്ങൾ പോകുന്നത് അതിനു മുമ്പാണ്. മെയ് 13 വോട്ടെടുപ്പിലേക്ക് പോകുന്നത്. എന്തായാലും മഹാരാഷ്ട്രയിലെ 48 ലോക്സഭാ സീറ്റുകൾ ഏറെ നിർണായകമാണ്. കാരണം ഉത്തർപ്രദേശിലെ 80 ലോക്സഭാ സീറ്റുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. നമുക്കറിയാം, മഹാരാഷ്ട്രയിലെ 48 സീറ്റുകളിൽ അതിശക്തമായ മത്സരമാണ്. അതിനകത്ത് എടുത്തു പറയുകയാണെങ്കിൽ മഹാവികാസ് അഘാടി സഖ്യം, അതിനകത്ത് വരുന്നത് ശിവസേനയിലെ ഉദ്ധവ് താക്കറെ വിഭാഗത്തിൻ്റെയും അതുപോലെ തന്നെ NCPയിലെ ശരത് പവാർ വിഭാഗത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കൂടെ ചേർന്നുകൊണ്ടുള്ള സംയുക്ത നീക്കമാണ്. കോൺഗ്രസിൻ്റെ ഇവിടുത്തെ അധ്യക്ഷൻ, മഹാരാഷ്ട്ര അധ്യക്ഷൻ എന്ന് പറയുന്നത് നാനാ പട്ടോളെയാണ്. നാനാ പട്ടോളെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ രീതിയിലായിരുന്നാലും മോദിയുടെ ഒരു രീതിയിലുള്ള തരംഗവും ഇത്തവണ ആഞ്ഞടിക്കില്ല. മഹാരാഷ്ട്രയിൽ ഒരു നിശബ്ദ തരംഗം മഹാരാഷ്ട്രയിലുണ്ട് എന്ന് പൃഥ്വിരാജ് ചവാൻ, അതായത് നമുക്കറിയാം മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രിയാണ് പൃഥ്വിരാജ് ചവാൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ഒരു നിശബ്ദ തരംഗം കോൺഗ്രസിന് അനുകൂലമായി വരും എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷേ കാര്യങ്ങൾ ഏറെ നിർണ്ണയിക്കപ്പെടുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ ന്യൂനപക്ഷം അതിശക്തമായി ശരത് പവാറിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ മോദിക്കെതിരെയുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി സംസ്ഥാനത്തും ദേശീയ തലത്തിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറേക്ക് വോട്ടായി മാറണം എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടിലേക്കാണ് വരുന്നത്. അത് എത്രത്തോളം കാണാൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ വരും ദിവസങ്ങളിൽ നോക്കേണ്ടത്. എന്തായാലും ശിവസേന ഫാക്ഷൻ അതിനകത്ത് 2 രീതിയിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനകത്ത് ഉദ്ധവ് താക്കറെ വിഭാഗമുണ്ട്, ഏകനാഥ് ഷിൻഡെ വിഭാഗമുണ്ട്. ഏകനാഥ് ഷിൻഡെയുടെ വിഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, അവർ സീറ്റ് ഡിവിഷനുമായി ബന്ധപ്പെട്ട് അതീവ തർക്കത്തിലായിരുന്നു നേരത്തെ. അതായത് അജിത് പവാർ വിഭാഗവുമായിട്ട് വലിയ തർക്കത്തിലായിരുന്നു. അത് എത്രത്തോളം പരിഹരിക്കപ്പെട്ടു എന്നുള്ളത് അവർക്ക് തന്നെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ നമ്മൾ നോക്കിയാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും കൂടാതെയായിരുന്നു ഇന്ത്യ മുന്നണി സീറ്റ് വിഭജനം നടത്തിയത്. അതായത് 48 ലോക്സഭാ സീറ്റുകളിൽ എല്ലായിടത്തും സീറ്റ് വിഭജനം വളരെ എളുപ്പത്തിൽ അവർക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസജനകമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഗുണം ചെയ്യും, ഒരു ആശയക്കുഴപ്പം BJPയുടെ മുമ്പിലുണ്ട്. അത് എത്രത്തോളം അവർക്ക് ബുദ്ധിമുട്ടാകുമെന്നുള്ളതാണ് എല്ലാവരും കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ BJP നേതാക്കളായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് ആയിരുന്നാലും നിതിൻ ഗഡ്കരി ആയിരുന്നാലും അതുപോലെ പ്രാദേശിക BJP നേതാക്കളായിരുന്നാലും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സീറ്റ് വിഭജനമോ എന്തോ നടത്തട്ടെ, പക്ഷേ ജനങ്ങൾക്ക് ഞങ്ങളെ വലിയ ഇഷ്ടമാണ്, ഞങ്ങൾക്ക് അധികാരം ലഭിക്കേണ്ടത് അനിവാര്യമാണ്, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി തന്നെ 3ാമതും വരേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടുത്തെ റോഡുകളുടെ കാര്യവുമായി ബന്ധപ്പെട്ട വിഷയം വളരെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്നറിയാമോ, ഇവിടുത്തെ ഒരു റോഡ്, ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, BJP മന്ത്രിസഭയിൽ മുൻപ് ഗതാഗത മന്ത്രിയായിരുന്നു നാഗ്പൂർകാരനായിട്ടുള്ള നിതിൻ ജയറാം ഗഡ്കരി. അതിപ്പോൾ കേന്ദ്രത്തിൽ ട്രാൻസ്പോർട്ടേഷൻ വകുപ്പ് മന്ത്രിയാണ്. ഈ റിംഗ് റോഡുകളൊക്കെ സ്ഥാപിക്കുന്നതിലും അതുപോലെ റോഡ് ഗതാഗതത്തിനൊരു നൂതന വിപ്ലവം കൊണ്ടുവരുന്നതിലും നിർണായകമായ പങ്ക് വഹിച്ചൊരു നേതാവാണ് നിതിൻ ജയറാം ഗഡ്കരി. അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ മഹാരാഷ്ട്രക്കാരാണെന്നുള്ളത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ പൂനെയുടെ രാഷ്ട്രീയം പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയം പറയുകയാണെങ്കിലോ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായ നിരവധി ഘടകങ്ങൾ ഇതിനിടയിലുമുണ്ട്. BJPക്ക് കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് കൊണ്ടാണ് ശിവസേനയെ പുലർത്തിക്കൊണ്ട് അതുപോലെ തന്നെ അജിത് പവാറിനെ ഒപ്പം കൂട്ടിക്കൊണ്ടും അവർ മന്ത്രിസഭ രൂപീകരിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.